വർഷം 1924. ബ്രിട്ടീഷ് ഭരണകാലം. ഇന്നത്തെ പാലക്കാട് ജില്ലയിലുള്ള പറമ്പിക്കുളം കാടുകൾ അന്ന് മനുഷ്യർക്ക് അത്ര പരിചിതമായിരുന്ന ഇടമായിരുന്നില്ല. പകൽ വെളിച്ചം പോലും മണ്ണിൽ വീഴാൻ മടിക്കുന്നത്ര കനത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കൂറ്റൻ ഈട്ടിമരങ്ങളും തേക്ക് കാടുകളും. ആകാശത്തെ മറയ്ക്കുന്ന ഇലച്ചാർത്തുകൾ കാരണം ഉച്ചയ്ക്ക് പോലും ആ കാടിനുള്ളിൽ ഒരുതരം മൂടിയ ഇരുട്ടായിരിക്കും. വർഷത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ ഈ കാടുകളിൽ കനത്ത മഴയോ അല്ലെങ്കിൽ കോടമഞ്ഞോ ആയിരിക്കും. കാൽ വച്ചാൽ താഴ്ന്നു പോകുന്ന ചതുപ്പുകളും എപ്പോഴും രക്തം കുടിക്കാൻ തയ്യാറായി നിൽക്കുന്ന അട്ടകളും നിറഞ്ഞ ആ വന്യമായ കാടിൻ്റെ ഹൃദയഭാഗത്താണ് ബ്രിട്ടീഷുകാർ തങ്ങളുടെ പുതിയ മരംവെട്ടി ക്യാമ്പ് ആരംഭിച്ചത്. മലബാർ തീരത്തേക്ക് വിലപിടിപ്പുള്ള തേക്ക് തടികളും ഈട്ടിമരങ്ങളും എത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ക്യാമ്പിൽ 100ഓളം തൊഴിലാളികളുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പട്ടിണി നിറഞ്ഞ ഗ്രാമങ്ങളിൽ നിന്നും അന്നത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് വന്ന സാധുക്കളായ മനുഷ്യർ. അവർക്ക് ആ കാട് ഒരു പേടി സ്വപ്നമായിരുന്നു. ക്യാപ്റ്റൻ തോമസ് എന്നൊരു കർക്കശക്കാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ആ ക്യാമ്പിൻ്റെ ചുമതല. തോക്കുകളിലും ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യയിലും അന്ധമായി വിശ്വസിച്ചിരുന്ന അയാൾക്ക് കാടിനെയോ അവിടുത്തെ നിയമങ്ങളെയോ യാതൊരു ബഹുമാനവും ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂറ്റൻ മരങ്ങൾ മുറിച്ചു വീഴ്ത്തുന്ന ശബ്ദമാണ് ആ കാട്ടിൽ അപ്പോൾ കേൾക്കാൻ കഴിയുക. മനുഷ്യൻ്റെ കടന്നുകയറ്റം ആ വനത്തിലെ മൃഗങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കിയിരുന്നു. എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ക്യാമ്പ് തികഞ്ഞ നിശബ്ദതയിലാകും. പറമ്പിക്കുളം കാടിൻ്റെ ആ വന്യത തൊഴിലാളികളിൽ വല്ലാത്തൊരു ഭയം നിറച്ചിരുന്നു. രാത്രിയായാൽ കാറ്റിലുരസുന്ന മുളങ്കൂട്ടങ്ങളുടെ ശബ്ദം പോലും അവർക്ക് മരണത്തിൻ്റെ സംഗീതം പോലെയാണ് തോന്നിയിരുന്നത്. അങ്ങനെയുള്ള ഒരു പേമാരി പെയ്യുന്ന മഴക്കാല രാത്രിയിലാണ് ആ കാടിനെ നടുക്കിയ ആദ്യത്തെ സംഭവം നടക്കുന്നത്. ക്യാമ്പിലെ രാത്രി കാവൽക്കാരനായിരുന്നു കുമാരൻ. പാലക്കാട്ടുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും വന്ന 25കാരൻ. അന്ന് രാത്രി നല്ല കാറ്റും ഇടിയോടുകൂടിയ മഴയും ഉണ്ടായിരുന്നു. കയ്യിലുള്ള റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം മഴയത്ത് അണഞ്ഞു പോകാതിരിക്കാൻ അവനത് പഴയൊരു കമ്പിളിക്കോട്ടിനുള്ളിലേക്ക് മറച്ചു പിടിച്ചിരുന്നു. ക്യാമ്പിൻ്റെ അതിർത്തിയിലുള്ള വലിയൊരു തേക്ക് മരത്തിൻ്റെ ചുവട്ടിലേക്ക് അവൻ നടന്നു നീങ്ങി. മഴയിൽ നിന്നും അല്പം ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ആ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ അവൻ കുറച്ചു നേരം നിന്നത്. കാറ്റിൻ്റെ ഇരമ്പലിനിടയിലും കാട് വല്ലാതെ നിശബ്ദമാകുന്നത് കുമാരൻ ശ്രദ്ധിച്ചു. മഴക്കാലത്ത് നിർത്താതെ കരയുന്ന തവളകളുടെയും ചീവീടുകളുടെയും ശബ്ദം പെട്ടെന്നില്ലാതായി. പ്രകൃതി എന്തോ വലിയൊരു അപകടം തിരിച്ചറിഞ്ഞതുപോലെയുള്ള ഒരു നിശബ്ദത. പെട്ടെന്ന് തൻ്റെ തൊട്ടുമുകളിലുള്ള മരക്കൊമ്പിൽ നിന്നും വലിയ എന്തോ ഒന്ന് താഴേക്ക് അനങ്ങുന്നതുപോലെയുള്ള ഒരു ശബ്ദം അവൻ കേട്ടു. മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ ചൂടുള്ള എന്തോ ഒന്ന് അവൻ്റെ കഴുത്തിലേക്ക് ഇറ്റുവീണു. അതൊരു മഴത്തുള്ളിയായിരുന്നില്ല, വല്ലാത്തൊരു ദുർഗന്ധമുള്ള കൊഴുത്ത ഒരു ദ്രാവകം. അത് വന്യമൃഗത്തിൻ്റെ ഉമിനീരാണെന്ന് തിരിച്ചറിയാൻ കുമാരന് കഴിഞ്ഞില്ല. അവൻ റാന്തൽ വിളക്ക് പതുക്കെ മുകളിലേക്ക് ഉയർത്തി ആ ഭാഗത്തേക്ക് നോക്കി. കോടമഞ്ഞും മഴയും കാരണം അവരൊന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അടുത്ത മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവനത് കണ്ടു. മരത്തിൻ്റെ വലിയൊരു കവരത്തിൽ ഇരുട്ടിൻ്റെ അതേ നിറമുള്ള ഭീമാകാരനായ ഒരു രൂപം. 2 പച്ചക്കണ്ണുകൾ തന്നെ തുറിച്ചു നോക്കുന്നത് കുമാരൻ കണ്ടു. അവനൊന്ന് തിരിഞ്ഞോടാൻ പോലും കഴിഞ്ഞില്ല. മരത്തിന് മുകളിൽ നിന്നും ഭീമാകാരനായ ആ കരിനിഴൽ ഒരു മിന്നൽ വേഗത്തിൽ അവൻ്റെ മേലേക്ക് പതിച്ചു. കുമാരൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു നിലവിളി പോലും പുറത്തു വന്നില്ല. ആ കൂത്തൻ മരത്തിൻ്റെ ചുവട്ടിൽ അവൻ്റെ റാന്തൽ വിളക്ക് നിലത്തു വീണ് അണഞ്ഞു. അടുത്ത ദിവസം രാവിലെ ക്യാമ്പിൽ പണി തുടങ്ങാനുള്ള മണിയടിച്ചപ്പോഴാണ് എല്ലാവരും കുമാരനെ അന്വേഷിക്കുന്നത്. അവനെ എവിടെയും കാണാനില്ല. അവൻ്റെ താമസ സ്ഥലത്തും ക്യാമ്പിലും മുഴുവൻ തിരഞ്ഞെങ്കിലും അവനെ കണ്ടെത്താനായില്ല. രാത്രി കാവലിന് പോയവൻ എവിടെ പോയി എന്ന് ക്യാപ്റ്റൻ തോമസ് ദേഷ്യത്തോട് ചോദിച്ചു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അവനെ അന്വേഷിക്കാൻ ഒരു സംഘത്തെ കാട്ടിലേക്ക് അയച്ചു. ക്യാമ്പിൻ്റെ അതിർത്തിയിലുള്ള ആ വലിയ തേക്ക് മരത്തിന് ചുവട്ടിൽ അവർ കുമാരൻ്റെ റാന്തൽ വിളക്ക് കണ്ടെത്തി. അത് പൂർണ്ണമായും തകർന്നു കിടക്കുകയായിരുന്നു. നിലത്തെ നനഞ്ഞ മണ്ണിൽ കുറച്ച് ചോരപ്പാടുകളും അവർ കണ്ടു. എന്നാൽ അവരുടെ സകല ധൈര്യവും ചോർത്തിക്കളഞ്ഞത് അതായിരുന്നില്ല. അവിടമിരത്ത് യാതൊരു കാൽപ്പാടുകളും ഉണ്ടായിരുന്നില്ല. സാധാരണയായി ഒരു കടുവയോ പുള്ളിപ്പുലിയോ ആണ് ഒരാളെ ആക്രമിച്ചതെങ്കിൽ ഇരയെ വായുവിൽ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഇരയെ നിലത്തുകൂടി വലിച്ചിഴിച്ചു കൊണ്ടുപോയതിൻ്റെ പാടുകൾ മണ്ണിലുണ്ടാകും.
മണ്ണിൽ അവയുടെ വലിയ കാൽപ്പാടുകളും പതിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അവിടെ നിലത്തുകൂടി വലിച്ചിഴച്ചതിൻ്റെ ഒരു അടയാളവും എവിടെയും കാണാനില്ല. ചോരത്തുള്ളികൾ അവിടെ അവസാനിക്കുന്നു. കുമാരനെ ആരോ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെടുത്തതുപോലെ. തൊഴിലാളികൾക്കിടയിൽ ഭയം കാട്ടുതീ പോലെ പടർന്നു. ഇതൊരു കാട്ടുമൃഗമല്ല, മറിച്ച് കാടിൻ്റെ ശാപമാണെന്നും പറമ്പിക്കുളത്തെ അദൃശ്യനായ ഒരു കാട്ടുചാത്തനാണെന്നും അവർ വിശ്വസിക്കാൻ തുടങ്ങി. അതൊരു വെറും വന്യമൃഗമാണെന്ന് ക്യാപ്റ്റൻ തോമസ് അലറിയെങ്കിലും കാൽപ്പാടുകളില്ലാത്തത് അയാളെയും വല്ലാതെ കുഴക്കിയിരുന്നു. എന്നാൽ ആ അദൃശ്യനായ കൊലയാളി യഥാർത്ഥത്തിൽ എന്താണെന്നും അത് മരങ്ങൾക്ക് മുകളിലെ ഇരുട്ടിലിരുന്ന് തങ്ങളെ ഓരോരുത്തരെയും നിരീക്ഷിക്കുന്നുണ്ടെന്നും അവർ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പറമ്പിക്കുളത്തെ ചോരക്കളിയാട്ടത്തിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു അത്. കുമാരനെ കാണാതായ ആ രാത്രിക്ക് ശേഷം പറമ്പിക്കുളത്തെ ക്യാമ്പിലെ അന്തരീക്ഷം പൂർണ്ണമായും മാറിയിരുന്നു. തൊഴിലാളികളുടെ മുഖത്ത് പട്ടിണിയേക്കാൾ വലിയൊരു ഭയം വന്നു നിറഞ്ഞു. രാത്രികളിൽ ആരും തന്നെ തങ്ങളുടെ കുടിലുകളിൽ ഉറങ്ങിയിരുന്നില്ല. പുറത്തു വലിയ തീക്കുണ്ടങ്ങൾ ഉണ്ടാക്കി അതിനു ചുറ്റും കൂട്ടം കൂടിയിരുന്നാണ് അവർ രാത്രികൾ തള്ളി നീക്കിയത്. കാട്ടുചാത്തനാണ് കുമാരനെ കൊണ്ടുപോയതെന്ന വിശ്വാസം അവർക്കിടയിൽ കൂടുതൽ ശക്തമായി. മണ്ണിൽ കാലുകുത്താത്ത, വായുവിൽ പറന്നു നടക്കുന്ന ഏതോ അമാനുഷിക ശക്തിയാണ് തങ്ങളെ നിരീക്ഷിക്കുന്നതെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. പലരും പണിക്ക് പോകാൻ തയ്യാറാകാതെ ക്യാമ്പിൽ തന്നെ ഇരുന്നു. എന്നാൽ ക്യാമ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ക്യാപ്റ്റൻ തോമസ് ഈ ഭയത്തെ വെറുമൊരു അന്ധവിശ്വാസമായി മാത്രമാണ് കണ്ടത്. ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്നും വന്ന അയാളുടെ ലോകം തോക്കുകളിലും അധികാരത്തിലുമായിരുന്നു ഒതുങ്ങിയിരുന്നത്. കാടിനെയോ അവിടുത്തെ വന്യമൃഗങ്ങളെയോ അയാൾക്ക് യാതൊരു ഭയവുമില്ലായിരുന്നു. പണിമുടക്കിയ തൊഴിലാളികളെ അയാൾ തൻ്റെ തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി. ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം തരില്ലെന്നും ഈ കൊടുങ്കാട്ടിൽ പട്ടിണിക്കിട്ട് കൊല്ലുമെന്നും അയാൾ അലറി. ഗത്യന്തരമില്ലാതെ ജീവനിലുള്ള ഭയത്തേക്കാൾ പട്ടിണിയെ ഭയന്ന് ആ പാവം മനുഷ്യർ വീണ്ടും മരം വെട്ടാനായി കാട്ടിലേക്കിറങ്ങി. പക്ഷേ അവരുടെ മനസ്സിൽ നിന്ന് ആ ഭയം മാറിയിരുന്നില്ല. കാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഓരോ നിമിഷവും അവർക്ക് മുകളിലേക്ക് നോക്കേണ്ടി വന്നു. മരങ്ങളിൽ നിന്നും ഒരു ഉണങ്ങിയ ഇല താഴേക്ക് വീണാൽ പോലും അവർ ഞെട്ടിവിറച്ചു. കാട്ടിൽ മരക്കൊമ്പുകൾ തമ്മിൽ ഉരസുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലും ആ കാട്ടുചാത്തൻ്റെ വരവാണെന്ന് അവർ ഭയന്നു. ആ കാടിൻ്റെ മുകൾ തട്ടിൽ കനത്ത ഇലച്ചാർത്തുകൾക്കിടയിലെ ഇരുട്ടിൽ എന്തോ ഒന്ന് തങ്ങളുടെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ദിവസങ്ങൾ ഏതാനും കടന്നുപോയിട്ടും വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ക്യാപ്റ്റൻ തോമസ് തൻ്റെ തീരുമാനത്തിൽ കൂടുതൽ അഹങ്കരിച്ചു. കുമാരനെ കാണാതായിട്ട് 10 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. ക്യാമ്പിലെ ഭയം പതുക്കെ കുറഞ്ഞു വരുന്ന സമയം. അപ്പോഴാണ് ആ കൊലയാളി തൻ്റെ രണ്ടാമത്തെ ഇരയെ തിരഞ്ഞെടുക്കുന്നത്. ഇത്തവണ അത് അർദ്ധരാത്രിയിലായിരുന്നില്ല, മറിച്ച് സന്ധ്യ മയമുന്ന സമയത്തായിരുന്നു. ക്യാമ്പിലെ പാചകക്കാരനായ വേലുവായിരുന്നു ആ ഇര. 50 വയസ്സിനടുത്ത് പ്രായമുള്ള വളരെ ശാന്തനായൊരു മനുഷ്യൻ. അന്ന് ക്യാമ്പിലേക്കുള്ള വെള്ളം തീർന്നു പോയതുകൊണ്ട് അടുത്തുള്ള അരുവിയിൽ നിന്നും 2 പാത്രം വെള്ളം കൊണ്ടുവരാനായി വേലു ഇറങ്ങിത്തിരിച്ചു. ക്യാമ്പിൽ നിന്നും വലിയ ദൂരമൊന്നും ആ അരുവിയിലേക്കുണ്ടായിരുന്നില്ല. സൂര്യൻ പതുക്കെ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. കാട് ഒരു ഇരുണ്ട ചുവപ്പ് നിറത്തിലേക്ക് മാറുന്ന സമയം. മരക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള ചെറിയൊരു ഇടവഴിയിലൂടെ വേലു അരുവിക്കരയിലേക്ക് നടന്നു. പകൽ സമയത്തെ ചൂട് മാറി കാട്ടിൽ നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. അരുവിക്കരയിലിരുന്ന് പിച്ചളപാത്രത്തിൽ വെള്ളം നിറയ്ക്കുമ്പോൾ വേലുവിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. കാട്ടിലെ പക്ഷികളെല്ലാം പെട്ടെന്ന് എങ്ങോട്ടോ പറന്നകന്നുപോയി. അരുവിയുടെ ഒഴുകുന്ന ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും അവിടെ ഉണ്ടായിരുന്നില്ല. ആരോ തന്നെ പുറകിൽ നിന്നും ഉറ്റുനോക്കുന്നത് പോലെ അവന് തോന്നി. വേലു പതുക്കെ തിരിഞ്ഞു നോക്കി. കുറ്റിക്കാടുകൾക്കിടയിൽ ഒന്നുമില്ല. കാറ്റിൻ്റെ തോന്നലാകാമെന്ന് കരുതി അവൻ വീണ്ടും വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. എന്നാൽ ആ നിശബ്ദത കൂടുതൽ ഭയാനകമായി മാറുകയായിരുന്നു. പെട്ടെന്ന് കാറ്റിൽ മരങ്ങൾക്ക് മുകളിൽ ഇലകൾ തമ്മിൽ ഉരസുരസുന്ന ഒരു ചെറിയ മർമരം അവൻ കേട്ടു. അവൻ തലയുയർത്തി നോക്കുന്നതിന് മുൻപ് തന്നെ മുകളിലെ കൂറ്റൻ മരക്കൊമ്പിൽ നിന്നും ചൂടുള്ള ഒരു ദ്രാവകം അവൻ്റെ തോളിലേക്കിട്ട് വീണു. അതൊരു മഴത്തുള്ളിയായിരുന്നില്ല, അത് വന്യമൃഗത്തിൻ്റെ ഉമിനീരാണെന്ന് അവൻ തിരിച്ചറിയുന്നതിന് മുൻപേ തന്നെ ആ അപകടം സംഭവിച്ചിരുന്നു. മുകളിൽ നിന്നും വലിയൊരു കരിങ്കല്ല് താഴേക്ക് വീഴുന്നത് പോലെയുള്ള ശബ്ദത്തോടെ ഭീമാകാരനായ ആ കറുത്ത രൂപം ഒരു ഇടിമിന്നൽ പോലെ വേലുവിൻ്റെ മേലേക്ക് പതിച്ചു. ഒരു ചെറിയ നരക്കം പോലും പുറപ്പെടുവിക്കാൻ അവന് കഴിഞ്ഞില്ല.
അതിൻ്റെ ഇരുമ്പ് പോലെയുള്ള മുൻകാലുകൾ കൊണ്ടുള്ള ഒറ്റയടിക്ക് വേലുവിൻ്റെ കഴുത്തിൽ തകർന്നിരുന്നു. പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ വേലു ഇല്ലാത്തത് കണ്ടപ്പോഴാണ് ക്യാമ്പിൽ വീണ്ടും പരിഭ്രാന്തി പടർന്നത്. തൊഴിലാളികൾ കൂട്ടത്തോടെ ക്യാപ്റ്റൻ തോമസിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. ക്യാപ്റ്റൻ തോമസ് തൻ്റെ പട്ടാളക്കാരുമായി തോക്കുമെടുത്ത് അരുവിക്കരയിലേക്ക് കുതിച്ചു. അരുവിക്കരയിലെ പച്ചമണ്ണിൽ വേലുവിൻ്റെ പിച്ചളപ്പാത്രം ഉരുണ്ടു വീണു കിടപ്പുണ്ടായിരുന്നു. ചുറ്റും കുറച്ച് ചോരപ്പാടുകളുമുണ്ട്. എന്നാൽ ക്യാപ്റ്റൻ തോമസിനെ വീണ്ടും കുഴക്കിയത് മറ്റൊന്നായിരുന്നു. കുമാരൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ അവിടെയും മൃഗത്തിൻ്റെ കാൽപ്പാടുകളോ ഇരയെ വലിച്ചിരിച്ച പാടുകളോ ഉണ്ടായിരുന്നില്ല. മണ്ണിൽ യാതൊരു അടയാളവും അവശേഷിപ്പിക്കാതെ വേലു എങ്ങോട്ട് പോയി? കാട്ടുചാത്തനാണെന്ന തൊഴിലാളികളുടെ വാക്കുകൾ ക്യാപ്റ്റൻ തോമസിൻ്റെ മനസ്സിലും ഒരു നിമിഷം സംശയം ജനിപ്പിച്ചു. അയാൾ ചുറ്റും നോക്കി അമ്പരന്നു നിൽക്കുമ്പോഴാണ് ആ സംഘത്തിലുണ്ടായിരുന്ന വേലുവിൻ്റെ നാട്ടുകാരനായ ഒരു തൊഴിലാളി വിറയ്ക്കുന്ന കൈകളോടെ മുകളിലേക്ക് വിരൽ ചൂണ്ടി ഉറക്കെ നിലവിളിച്ചത്. എല്ലാവരും അയാൾ ചൂണ്ടിയ ഭാഗത്തേക്ക്, ആ കൂറ്റൻ ഈട്ടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കി. അവരെ കണ്ട കാഴ്ച അവരുടെ ചോര അക്ഷരാർത്ഥത്തിൽ മരവിപ്പിക്കുന്നതായിരുന്നു. മണ്ണിൽ നിന്നും ഏകദേശം 60 അടി മുകളിൽ മരത്തിൻ്റെ വലിയൊരു കവരത്തിൽ വേലുവിൻ്റെ ജീവനില്ലാത്ത ശരീരം തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ വസ്ത്രങ്ങൾ രക്തത്തിൽ കുതിർന്നിരുന്നു. ഒരു മനുഷ്യനെ ഇത്രയും ഉയരത്തിലേക്ക് യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ വലിച്ചു കയറ്റാൻ മാത്രം കരുത്തുള്ള ഒരു ജീവി. അതൊരു സാധാരണ പുള്ളിപ്പുലിയല്ലെന്ന് ക്യാപ്റ്റൻ തോമസിന് അപ്പോൾ മനസ്സിലായി. ഇരുട്ടിൻ്റെ നിറമുള്ള, കടുവയേക്കാൾ അപകടകാരിയായ, മനുഷ്യരെക്കാൾ ബുദ്ധിശാലിയായ ഒരു വലിയ കരിമ്പുലിയാണ് തങ്ങളെ വേട്ടയാടുന്നത്. കാൽപ്പാടുകളില്ലാത്തതിൻ്റെ രഹസ്യവും അവർക്ക് മനസ്സിലായി. അത് നിരത്തുകൂടി ആയിരുന്നില്ല സഞ്ചരിച്ചിരുന്നത്, മരങ്ങൾക്ക് മുകളിലൂടെ. വലിയ ശിഖരങ്ങളിൽ നിന്നും ശിഖരങ്ങളിലേക്ക് ഒരു കുരങ്ങനെ പോലെ ചാടി നടക്കാൻ അതിന് കഴിഞ്ഞിരുന്നു. പറമ്പിക്കുളത്തെ ആ അദൃശ്യനായ കൊലയാളി ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ആ സത്യം തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കിയ ഭയം വിവരണാതീതമായിരുന്നു. അന്ന് രാത്രിയോടെ ക്യാമ്പ് ഉപേക്ഷിച്ചു പോകാൻ അവർ തീരുമാനിച്ചു. ആരു വിചാരിച്ചാലും അവരെ പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നില്ല. മരത്തിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വേലുവിൻ്റെ ജീവനില്ലാത്ത ശരീരം കണ്ടതോടെ പറമ്പിക്കുളത്തെ ക്യാമ്പിലെ സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണാതീതമായി. ജീവഭയം കൊണ്ട് വിറങ്ങലിച്ചു പോയ തൊഴിലാളികൾ തങ്ങളുടെ സാധനങ്ങളെല്ലാം പെറുക്കിക്കെട്ടി ക്യാമ്പ് ഉപേക്ഷിക്കാൻ തുടങ്ങി. എന്ത് വില കൊടുത്തും അവരെ തടയാൻ ക്യാപ്റ്റൻ തോമസ് ശ്രമിച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് റൈഫിളിൽ നിന്നും അയാൾ ആകാശത്തേക്ക് വെടിയുതിർത്തു. വെടിയൊച്ച കേട്ട് ഒരു നിമിഷം തൊഴിലാളികൾ നിന്നെങ്കിലും അവരിലൊരാൾ മുന്നോട്ട് വന്ന് വിളിച്ചു പറഞ്ഞു, സാബ്, നിങ്ങളുടെ തോക്കിൽ നിന്നും വെടിയേറ്റ് ഒറ്റയടിക്ക് മരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. അല്ലാതെ ആ മരത്തിന് മുകളിലിരിക്കുന്ന കാട്ടുചാത്തൻ ഇരയാകാൻ ഞങ്ങളില്ല. ആ വാക്കുകൾ ക്യാപ്റ്റൻ തോമസിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. തോക്കുകൾക്ക് മുന്നിൽ പോലും പകച്ചു നിൽക്കാത്തത്ര ഭയം ആ പാവം മനുഷ്യരുടെ ഉള്ളിൽ ആ കരിമ്പുലി നിറച്ചിരിക്കുന്നു. തൊഴിലാളികൾ പോയാൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മരംവെട്ട് പദ്ധതി പാടെ തകരും. അത് തൻ്റെ ഉദ്യോഗത്തെ തന്നെ ബാധിക്കുമെന്ന് തോമസിന് ഉറപ്പായിരുന്നു. എങ്ങനെയെങ്കിലും ആ നരഭോജിയെ കൊന്നേ തീരൂ. എന്നാൽ കാൽപ്പാടുകൾ പോലും അവശേഷിപ്പിക്കാതെ മരങ്ങൾക്ക് മുകളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു അദൃശ്യ ശത്രുവിനെ എങ്ങനെ വേട്ടയാടും? അപ്പോഴാണ് കാടിൻ്റെ ഓരോ തുടിപ്പും അറിയാവുന്ന ഒരു നാടൻ വേട്ടക്കാരനെക്കുറിച്ച് തോമസിൻ്റെ ഒരു സഹായി പറയുന്നത്. അടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്ന രാമൻ. കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ ക്യാപ്റ്റൻ തോമസ് തൻ്റെ ഭടന്മാരെ രാമനെ കൂട്ടിക്കൊണ്ടുവരാനായി അയച്ചു. അന്ന് വൈകുന്നേരത്തോടെ തന്നെ രാമൻ ക്യാമ്പിലെത്തി. ക്യാപ്റ്റൻ തോമസ് അയാളെ കണ്ടപ്പോൾ വല്ലാത്തൊരു പുച്ഛത്തോടെയാണ് നോക്കിയത്. കറുത്തു മെലിഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ. വേഷമായി ഒരു പഴയ മുണ്ടും തോളിലൊരു തോർത്തും മാത്രം. കയ്യിലുള്ളതാകട്ടെ കാലപ്പഴക്കം ചെന്ന ഒരു നാടൻ ഒറ്റക്കൊറ്റക്കുഴൽ തോക്കും. മികച്ച സാങ്കേതികവിദ്യയുള്ള ബ്രിട്ടീഷ് റൈഫിളുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഈ പഴയ ഇരുമ്പുതണ്ട് വെച്ച് ഈ നിരക്ഷരനായ മനുഷ്യൻ എങ്ങനെ ചെയ്യാനാണ് എന്ന് തോമസ് പരിഹസിച്ചു. എന്നാൽ രാമൻ്റെ ആഴമുള്ള കണ്ണുകൾ കാടിൻ്റെ നിഗൂഢതകൾ മുഴുവൻ വായിച്ചെടുത്തവയാണെന്ന് തോമസ് അറിഞ്ഞിരുന്നില്ല. ക്യാമ്പിലെത്തിയ ഉടനെ രാമൻ ആവശ്യപ്പെട്ടത് വേലു കൊല്ലപ്പെട്ട അരുവിക്കരയിലേക്ക് കൊണ്ടുപോകാനാണ്. അവിടെ എത്തിയ ബ്രിട്ടീഷ് പട്ടാളക്കാർ നിലത്തെ മണ്ണിൽ വീണ്ടും കാൽപ്പാടുകൾ തിരയാൻ തുടങ്ങി. എന്നാൽ രാമൻ മണ്ണിലേക്ക് നോക്കിയതേയില്ല. അയാളുടെ കണ്ണുകൾ കാടിൻ്റെ മോൾത്തട്ടിലായിരുന്നു. കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങളിലേക്കും
ഇലച്ചാർത്തൂലിലേക്കും നോക്കി അയാൾ കുറേ നേരം നിശ്ചലനായി നിന്നു. കാറ്റിലൊഴുകി വരുന്ന വനത്തിൻ്റെ ഗന്ധം അയാൾ ആഴത്തിൽ ശ്വസിച്ചു. തുടർന്ന് വേലുവിനെ വലിച്ചു കയറ്റിയ ആ വലിയ ഈട്ടി മരത്തിനടുത്തേക്ക് രാമൻ നടന്നു. മരപ്പട്ടകളിൽ വളരെ ഉയരത്തിലായി ആഴത്തിൽ പതിഞ്ഞ നഖപ്പാടുകൾ അയാൾ കണ്ടു. ഒരു വള്ളിയിൽ പിടിച്ച് അല്പം മുകളിലേക്ക് കയറി ആ നഖപ്പാടുകൾ അയാൾ വിരലുകൾ കൊണ്ട് തൊട്ടുനോക്കി. താഴെ ഇറങ്ങിയ രാമൻ ക്യാപ്റ്റൻ തോമസിനോട് പറഞ്ഞു, സാബ്, നിങ്ങൾ താഴെ മണ്ണിൽ തിരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതൊരു കാട്ടുചാത്തനുമല്ല, എന്നാൽ സാധാരണ പുള്ളിപ്പുടിയുമല്ല. ഇരുട്ടിൻ്റെ അതേ നിറമുള്ള ഒരു നരഭോജി കരിമ്പുലിയാണ്. അത് മനുഷ്യരെക്കാൾ ബുദ്ധിശാലിയാണ്. നിലത്ത് ചവിട്ടിയാൽ കാൽപ്പാടുകൾ വീഴുമെന്നും അത് തൻ്റെ ജീവൻ ആപത്താണെന്നും അതിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അതൊരു കുരങ്ങനെപ്പോലെ മരക്കൊമ്പുകളിലൂടെ മാത്രം സഞ്ചരിക്കുന്നത്. ആകാശം അതിൻ്റെ സാമ്രാജ്യമാണ്. രാമൻ്റെ വാക്കുകൾ കേട്ട് ക്യാപ്റ്റൻ തോമസ് തൻ്റെ പദ്ധതി വിശദീകരിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് വലിയൊരു ഈട്ടി മരത്തിന് മുകളിൽ സുസുരക്ഷിതമായ ഒരു ഏറുമാടം കെട്ടാം. എന്നിട്ട് അതിന് താഴെ ഒരു ആടിനെയോ പശുവിനെയോ കെട്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അത് ഇരയെ പിടിക്കാൻ വരുമ്പോൾ മുകളിൽ വെച്ച് നമുക്കതിനെ വെടിവെക്കാം. ഇംഗ്ലീഷ് വേട്ടക്കാരുടെ എക്കാലത്തെയും മികച്ചതും സുസുരക്ഷിതവുമായ തന്ത്രമായിരുന്നു അത്. ഇത് കേട്ടതും രാമൻ ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നിട്ടയാൾ തികഞ്ഞ ഗൗരവത്തോടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, അത് നിങ്ങളുടെ ജീവനെടുക്കുന്ന വലിയൊരു അബദ്ധമായിരിക്കും സാബ്. മരത്തിന് മുകളിൽ ഇംഗ്ലീഷ് തോക്കുമായി ഒളിച്ചിരുന്നാൽ കാടിനെ ജയിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. പക്ഷേ ഈ കരിമ്പുലി മരങ്ങൾക്ക് മുകളിലെ രാജാവാണ്. നിങ്ങൾ ഏറുമാടം കിട്ടുന്ന ശബ്ദവും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഗന്ധവും അത് വളരെ ദൂരെ നിന്നു തന്നെ തിരിച്ചറിയും. മനുഷ്യൻ്റെ ചൂടുള്ള ചോര കുടിച്ച അതിന് ഇനി നിങ്ങളുടെ ആടിനെയോ പശുവിനെയോ വേണ്ട. നിങ്ങൾ മരത്തിന് മുകളിലിരുന്നാൽ നിങ്ങൾ തന്നെയായിരിക്കും അതിൻ്റെ ഇര. മരങ്ങൾക്ക് മുകളിൽ വെച്ച് അതിനെ നേരിടുക അസാധ്യമാണെന്ന് രാമൻ ഉറപ്പായിരുന്നു. അതിനെ എങ്ങനെയെങ്കിലും താഴേക്ക് നിലത്തേക്ക് കൊണ്ടുവരണം. കാടിൻ്റെ മുകൾ തട്ടിൽ നിന്നും താഴെ മണ്ണിലേക്ക് അതിനെ ഇറക്കാൻ ഒരൊറ്റ വഴിയേയുള്ളൂ. അതിന് ഏറ്റവും പ്രിയപ്പെട്ട ഇരയെ തന്നെ നൽകണം. അതും മരങ്ങളില്ലാത്ത ഒരു തുറസ്സായ സ്ഥലത്ത് വെച്ച്. അതിനായി രാമൻ ഒരു പുതിയ തന്ത്രം മെനഞ്ഞു. പറമ്പിക്കുളം കാടിൻ്റെ അല്പം ഉള്ളിലായി വലിയ മരങ്ങളില്ലാത്ത കൂത്തൻ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ചെറിയ ഇടുക്കുണ്ട്. അവിടെ മരങ്ങളിലൂടെ ചാടി വരാൻ പുലിക്ക് കഴിയില്ല. ഇരയെ പിടിക്കണമെങ്കിൽ അത് നിലത്തിറങ്ങി നടന്നേ തീരൂ. തൻ്റെ തന്ത്രം രാമൻ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു. ആ പാറയിടുക്കിൽ വെച്ച് ഞാൻ അതിനെ നേരിടാം. പക്ഷേ എനിക്ക് കൂട്ടായി നിങ്ങളുടെ പട്ടാളക്കാരോ തോക്കുകളോ വേണ്ട. ഈ വേട്ട ഞാൻ ഒറ്റയ്ക്ക് നടത്തും. ഒന്നിലധികം മനുഷ്യരുടെ ഗന്ധമുണ്ടായാൽ ആ ബുദ്ധിമാനായ മൃഗത്തിന് സംശയം തോന്നും. രാമൻ്റെ ആത്മവിശ്വാസം കണ്ട് ക്യാപ്റ്റൻ തോമസ് പോലും ഒന്നും അമ്പരന്ന് പോയി. കാടിനെ വിറപ്പിക്കുന്ന ആ നരഭോജിയെ ഒറ്റയ്ക്ക് നേരിടാൻ പോകുന്ന ആ മനുഷ്യനെ അവർ അത്ഭുതത്തോടെ നോക്കി. അന്ന് വൈകുന്നേരം രാമൻ തൻ്റെ അവസാനത്തെ ഒരുക്കങ്ങൾ തുടങ്ങി. ചോരക്കൊതിയനായ ആ കരിമ്പുലിയെ മണ്ണിലേക്ക് വലിച്ചിറക്കാൻ രാമൻ തയ്യാറാക്കുന്ന കെണി എന്താണെന്ന് കണ്ടു നിന്നവർക്ക് അപ്പോഴും മനസ്സിലായിരുന്നില്ല. സന്ധ്യ മയമുന്നതിന് മുൻപ് തന്നെ രാമൻ തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. വന്യമൃഗങ്ങളെ വേട്ടയാടാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ജീവനുള്ള ഇരകളെ അയാൾ ഉപേക്ഷിച്ചു. പകരം കാടിൻ്റെ മനഃശാസ്ത്രം നന്നായി അറിയാവുന്ന അയാൾ പുതിയൊരു ഇരയെ സൃഷ്ടിക്കുകയായിരുന്നു. കുറച്ച് പഴയ തുണികളും തൊഴിലാളികൾ പണിസ്ഥലത്തിട്ടിരുന്ന വിയർപ്പ് നിറഞ്ഞ കുറച്ച് കുപ്പായങ്ങളും അയാൾ ശേഖരിച്ചു. ക്യാമ്പിലെ കുതിരകൾക്ക് കൊടുക്കുന്ന വൈക്കോൽ നിറച്ച് അയാൾ കൃത്യം ഒരു മനുഷ്യൻ്റെ രൂപത്തിലുള്ള വലിയൊരു കോലമുണ്ടാക്കിയെടുത്തു. അതിൽ ആ വിയർപ്പ് നിറഞ്ഞ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. എന്നിട്ട് അതിന് മുകളിലേക്ക് അല്പം നെയ്യും അന്ന് ക്യാമ്പിൽ പാചകത്തിനായി കൊന്ന കോഴിയുടെ ചോരയും അയാൾ പുരട്ടി. കാട്ടിൽ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും ഗന്ധം ഒരുമിച്ച് കലരുമ്പോൾ എത്ര വലിയ ബുദ്ധിമാനായ മൃഗമായാലും അതിന് നിയന്ത്രണം നഷ്ടപ്പെടും. വിശപ്പല്ല, മറിച്ച് മനുഷ്യൻ്റെ ഗന്ധത്തോടുള്ള ചോരക്കൊതിയാണ് അതിനെ നയിക്കുന്നതെന്ന് രാമന് നന്നായി അറിയാമായിരുന്നു. ക്യാപ്റ്റൻ തോമസിനോടും തൊഴിലാളികളോടും ക്യാമ്പിൽ തന്നെ സുരക്ഷിതരായിരിക്കാൻ നിർദ്ദേശിച്ച ശേഷം രാമൻ ആ വലിയ കോലവും തൻ്റെ ഒറ്റക്കുഴൽ തോക്കുമായി കാട്ടിനുള്ളിലേക്ക് നടന്നു. കൂടെ വരാൻ ക്യാപ്റ്റൻ തോമസ് തയ്യാറായെങ്കിലും രാമൻ വിലക്കി. സാബ്, നിങ്ങളുടെ ഷൂസിൻ്റെ ശബ്ദവും വെളുത്ത തൊലിപ്പുറത്തെ വിയർപ്പിൻ്റെ ഗന്ധവും ആ മൃഗത്തിന് വളരെ വേഗം തിരിച്ചറിയാൻ കഴിയും.
എൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം ഈ കാടിൻ്റെ മണ്ണുമായി കലർന്നതാണ്. ഈ യുദ്ധം എനിക്കും ആ മൃഗത്തിനും ഇടയിലാണ്. പറമ്പിക്കുളം കാടിൻ്റെ ഇരുളടഞ്ഞ ഭാഗങ്ങളിലൂടെ രാമൻ നടന്നു. കുമാരനെയും വേരുവിനെയും കൊന്ന ആ അദൃശ്യ ശക്തി ഏതു നിമിഷവും തൻ്റെ മേലേക്ക് വീഴാമെന്ന ഭയം അയാളുടെ ഉള്ളിലുമുണ്ടായിരുന്നു. എങ്കിലും അയാളുടെ കണ്ണുകൾ കാടിൻ്റെ മുകൾ തട്ടിൽ എപ്പോഴും ജാഗരൂകമായിരുന്നു. ഒടുവിൽ അയാൾ താൻ മുൻകൂട്ടി കണ്ടുവച്ചിരുന്ന ആ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഇടുക്കിലെത്തിച്ചേർന്നു. വലിയ മരങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ കരിമ്പാറകൾ മാത്രം. മരങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ആ കരിമ്പുലിക്ക് ഈ സ്ഥലത്തേക്ക് വരണമെങ്കിൽ നിലത്തിറങ്ങാതെ മറ്റു വഴികളില്ല. രാമൻ ആ ഇടുങ്ങിയ പാറക്കെട്ടുകൾക്കിടയിലെ ഒരു തുറസായ സ്ഥലത്ത് ആ കോലമിരുത്തി വെച്ചു. ദൂരെ നിന്ന് നോക്കിയാൽ കാട്ടിൽ പണിയെടുത്ത് തളർന്നിരിക്കുന്ന ഒരു തൊഴിലാളിയാണെന്നേ തോന്നുകയുള്ളൂ. കാറ്റ് വീശുന്ന ദിശ രാമൻ കൃത്യമായി മനസ്സിലാക്കി. കോലത്തിൽ നിന്നും ഒഴുകുന്ന വിയർപ്പിൻ്റെയും ചോരയുടെയും ഗന്ധം കാട്ടിലൂടെ കാടിൻ്റെ ഉള്ളറകളിലേക്ക് പടരാൻ തുടങ്ങി. ഇനി തനിക്കായി സുരക്ഷിതമായ ഒരു ഒളിത്താവളം കണ്ടെത്തണം. കോലം വെച്ച സ്ഥലത്തു നിന്നും ഏകദേശം 10 അടി മാറി പാറകൾക്കിടയിൽ ചെറിയൊരു ഗുഹ പോലുള്ള ഒരു കുഴി അയാൾ കണ്ടെത്തി. ഒരാൾക്ക് കഷ്ടിച്ച് കിടക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു കുഴി. അതിനുള്ളിലേക്ക് രാമൻ കയറിപ്പറ്റി. പുറത്തുനിന്ന് നോക്കിയാൽ ഗുഹയാണെന്ന് തോന്നാതിരിക്കാൻ ചുറ്റും കിടന്നിരുന്ന ഉണങ്ങിയ ഇലകളും പച്ചിലകളുള്ള കുറച്ച് ചുള്ളിക്കമ്പുകളും വെച്ച് അയാൾ ആ കുഴിയുടെ വായ്ഭാഗം മറച്ചു. അതിനിടയിലൂടെ നേർത്തൊരു വിടവ് മാത്രം അയാൾ ഒഴിച്ചിട്ടു. കോലത്തിനു നേരെ തോക്ക് ചൂണ്ടാനും പുറത്തു നടക്കുന്ന കാര്യങ്ങൾ കാണാനുമുള്ള ഒരു പഴുത്. തൻ്റെ ഒറ്റ കുഴൽ തോക്കിൽ ഒരൊറ്റ വെടിയുണ്ട അയാൾ നിറച്ചു. സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചു. പറമ്പിക്കുളത്തെ ആ പാറക്കെട്ടുകൾക്കിടയിൽ കനത്ത ഇരുട്ട് തളം കെട്ടി നിന്നു. രാമൻ താൻ ഒളിച്ചിരിക്കുന്ന ആ ചെറിയ കുഴിക്കുള്ളിൽ ശ്വാസമടക്കി പിടിച്ച് അനങ്ങാതെ കിടന്നു. പുറത്ത് തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഇടയ്ക്ക് കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദം മാത്രമാണ് ആ കാട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. തൻ്റെ തന്നെ നെഞ്ചിരിപ്പിൻ്റെ ശബ്ദം പുറത്ത് കേൾക്കുമോ എന്ന് രാമൻ ഭയന്നു. ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാണ് അയാൾക്ക് തോന്നിയത്. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. അർദ്ധരാത്രിയോടടുത്ത സമയം. പെട്ടെന്ന് കാട്ടിലെ ചീവീടുകളുടെ ശബ്ദം ഒന്നാകെ നിലച്ചു. വലിയൊരു നിശബ്ദത ആ പ്രദേശത്തെ പൊതിഞ്ഞു. ആ നിശബ്ദതയ്ക്ക് മരണത്തിൻ്റെ ഒരു ഗന്ധമുണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പ്രകൃതി തന്നെ തിരിച്ചറിയുന്ന നിമിഷം. രാമൻ്റെ കണ്ണുകൾ ഇരുട്ടിലേക്ക് കൂർപ്പിച്ചു. കാറ്റ് കുറച്ചുകൂടി ശക്തിയായി വീശാൻ തുടങ്ങി. ഇരുട്ടിൻ്റെ രാജാവ് ആ ഗന്ധം പിടിച്ചെടുത്ത് തൻ്റെ സാമ്രാജ്യത്തിൽ നിന്നും താഴെ മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ആ നിമിഷത്തിനായി രാമൻ കാത്തിരുന്നു. മരണത്തെ മുഖാമുഖം കാണാൻ പോകുന്ന ആ ഭയാനകമായ രാത്രി അവിടെ തുടങ്ങുകയായിരുന്നു. കാടിനെ പൊതിഞ്ഞ ആ കനത്ത നിശബ്ദതയ്ക്ക് മരണത്തിൻ്റെ ഭാരമുണ്ടായിരുന്നു. കുഴിക്കുള്ളിൽ ശ്വാസമടക്കി പിടിച്ചു കിടക്കുന്ന രാമൻ്റെ കാതുകൾ കാടിൻ്റെ ഓരോ ചെറിയ ചലനങ്ങളെയും ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് വളരെ ദൂരെ നിന്നും ലങ്കൂർ കുരങ്ങുകളുടെ ഭയാനകമായ നിലവിളി ഉയർന്നത്. മരങ്ങൾക്ക് മുകളിൽ ഉറങ്ങുകയായിരുന്ന അവ എന്തോ വലിയ അപകടം കണ്ട് ഭയന്നോടുകയാണ്. ആ അദൃശ്യനായ കൊലയാളി തൻ്റെ ഇരയെ തേടി മരങ്ങൾക്ക് മുകളിൽ നിന്നും താഴേക്ക് മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. രാമൻ്റെ വിരലുകൾ തോക്കിൻ്റെ കാഞ്ചിയിൽ ഒന്നുകൂടി മുറുകി. പിന്നെയും കുറച്ചു നേരത്തേക്ക് യാതൊരു ശബ്ദവും ഉണ്ടായില്ല. രാമൻ മറയാക്കി വെച്ചിരുന്ന ചുള്ളിക്കമ്പുകൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കി. മങ്ങിയ നിലാവെളിച്ചത്തിൽ കോലം വ്യക്തമായി കാണാം. പെട്ടെന്നാണ് പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും വളരെ നേർത്തൊരു ശബ്ദം രാമൻ കേട്ടത്. അതൊരു മൃഗം നടന്നു വരുന്ന ശബ്ദമായിരുന്നില്ല. ഒരൊറ്റ ഉണങ്ങിയ ഇലയിൽ പോലും ചവിട്ടാതെ പതുങ്ങി വരുന്ന അതീവ സൂക്ഷ്മമായ കാൽവെപ്പുകൾ. കാടിൻ്റെ നിയമങ്ങൾ നന്നായി അറിയാവുന്ന രാമൻ്റെ കാതുകൾ ആ നേരിയ ശബ്ദം കൃത്യമായി പിടിച്ചെടുത്തു. അത് നിലത്തുകൂടി തന്നെയാണ് വരുന്നത്. തൻ്റെ തന്ത്രം വിജയിച്ചിരിക്കുന്നു. ഇരുട്ടിൽ പാറകൾക്കിടയിലൂടെ 2 പച്ചക്കണ്ണുകൾ തിളങ്ങുന്നത് രാമൻ കണ്ടു. അതൊരു ഭീമാകാരനായ കരിമ്പുലിയായിരുന്നു. രാത്രിയുടെ അതേ നിറമുള്ള ഒരു വലിയ കരിനിഴൽ പോലെ അത് പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വന്നു. അതിൻ്റെ വലിപ്പം രാമനെ ശരിക്കും അമ്പരപ്പിച്ചു. ഒരു വലിയ കടുവയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്നു അതിന്. പേശികൾ നിറഞ്ഞ ആ കറുത്ത ശരീരം നിലാവെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു.
എന്നാൽ രാമൻ വിചാരിച്ചതുപോലെ അത് നേരെ ആ കോരത്തിനടുത്തേക്ക് പാഞ്ഞെടുത്തില്ല. രാമൻ പ്രതീക്ഷിച്ചതിലും ബുദ്ധിമാനായിരുന്നു ആ മൃഗം. അത് കോരത്തിൽ നിന്നും 10 അടി മാറി നിന്നു. തല ഉയർത്തി അത് ചുറ്റും മണത്തു നോക്കി. നെയ്യുടെയും കോടിച്ചോരയുടെയും വിയർപ്പിൻ്റെയും ഗന്ധം അതിനെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വായിൽ നിന്നും ഉമിനീർ താഴേക്കിറ്റ് വീഴുന്നുണ്ടായിരുന്നു. എങ്കിലും എന്തോ ഒരു അപകടം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അതിൻ്റെ മൃഗവാസന അതിന് മുന്നറിയിപ്പ് നൽകി. മനുഷ്യരെ വേട്ടയാടി ശീലിച്ചതുകൊണ്ട് മനുഷ്യൻ്റെ തന്ത്രങ്ങളും അത് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അത് കോലത്തിന് ചുറ്റും ഒന്ന് പതുക്കെ നടന്നു. പെട്ടെന്നാണ് പ്രകൃതി രാമനെ ചതിച്ചത്. കാറ്റിൻ്റെ ദിശ പെട്ടെന്നൊന്ന് മാറി. കോലത്തിൽ നിന്നും വീശിയിരുന്ന കാറ്റ് ഇപ്പോൾ രാമൻ ഒളിച്ചിരിക്കുന്ന ഗുഹയുടെ ഭാഗത്തു നിന്നും പുലിയുടെ നേർക്ക് വീശാൻ തുടങ്ങി. കോലത്തിലെ പഴയ വിയർപ്പിൻ്റെ ഗന്ധത്തേക്കാൾ ശക്തമായി ജീവനുള്ളൊരു മനുഷ്യൻ്റെ ചൂടുള്ള ഗന്ധം കാറ്റിലൂടെ നേരെ ആ പുലിയുടെ മമ്മൂക്കിലേക്ക് തുളച്ചു കയറി. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ കരിമ്പുലി കോലത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചു. അതിൻ്റെ തിളങ്ങുന്ന പച്ചക്കണ്ണുകൾ രാമൻ ഒളിച്ചിരിക്കുന്ന ആ ഗുഹാമുഖത്തേക്ക് തിരിഞ്ഞു. താൻ നിർമ്മിച്ച കോലത്തേക്കാൾ വലിയ ഇരയാണ് ആ ഗുഹയ്ക്കുള്ളിൽ ഉള്ളതെന്ന് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. രാമൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. തൻ്റെ തന്ത്രം പൂർണ്ണമായും പാളിയിരിക്കുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പുലി പതുക്കെ യാതൊരു ശബ്ദവുമില്ലാതെ രാമൻ്റെ കുഴിയുടെ വായ്ഭാഗത്തേക്ക് ഇഴഞ്ഞെടുത്തു. കുഴിയുടെ വാതിൽക്കൽ വെച്ചിരിക്കുന്ന ഉണങ്ങിയ ഇലകൾക്കും ചുള്ളിക്കമ്പുകൾക്കുമപ്പുറം ആ വലിയ മൃഗം വന്നു നിന്നു. ഇരുട്ടിൻ്റെ മറവിൽ ആ ചുള്ളിക്കമ്പുകൾക്കിടയിലൂടെ രാമന് അതിൻ്റെ മുഖം വ്യക്തമായി കാണാമായിരുന്നു. മനുഷ്യമാംസം തിന്ന് ജീവിക്കുന്ന ഒരു വന്യമൃഗത്തിൻ്റെ രൂക്ഷഗന്ധം രാമൻ്റെ ബോധം കെടുത്തുന്നതുപോലെ തോന്നി. അതിൻ്റെ നനഞ്ഞ മൂക്കിൽ നിന്നും പുറത്തുവരുന്ന ചൂടുള്ള ശ്വാസം ആ കമ്പുകൾക്കിടയിലൂടെ രാമൻ്റെ മുഖത്ത് വന്ന് തട്ടുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ ശബ്ദമുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് അനങ്ങിയാൽ അടുത്ത നിമിഷം ആ ഇലകൾ വകഞ്ഞു മാറ്റി അത് തൻ്റെ കഴുത്തിൽ പിടിക്കും. ഒരൊറ്റ വെടിയുണ്ട മാത്രമേ രാമൻ്റെ തോക്കിലുള്ളൂ. വെടിവെക്കാൻ തക്കവണ്ണം ആ നീളൻ തോക്ക് ഉയർത്താൻ പോലും കഴിയാത്തത്ര ഇടുങ്ങിയ സ്ഥലത്താണ് അയാൾ കിടക്കുന്നത്. തോക്ക് അല്പമൊന്ന് അനക്കിയാൽ ആ കമ്പുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കാം. അത് കേട്ടാൽ ആ നഖങ്ങൾ തൻ്റെ ജീവനെടുക്കും. ജീവനും മരണത്തിനുമിടയിലുള്ള ആ നൂൽപ്പാലത്തിൽ ഇരുട്ടിൻ്റെ രാജാവായ ആ കരിമ്പുലിയുടെ ശ്വാസം മുഖത്തറിഞ്ഞ് രാമൻ ഒരു ശില പോലെ കിടന്നു. വേട്ടക്കാരൻ ഇരയായി മാറിയ ആ നിമിഷത്തിൽ രാമൻ്റെ മരണം അവിടെ തീരുമാനിക്കപ്പെട്ടതുപോലെ തോന്നി. രാമൻ്റെ മുഖത്തേക്ക് ആ കരിമ്പുലിയുടെ ചൂടുള്ള ശ്വാസം തുടർച്ചയായി അടിച്ചുകൊണ്ടിരുന്നു. വന്യമൃഗങ്ങളുടെയും ചീഞ്ഞ മാംസത്തിൻ്റെയും രൂക്ഷഗന്ധം ആ ചെറിയ കുഴിക്കുള്ളിൽ നിറഞ്ഞു. അയാളുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. ഒന്ന് കണ്ണു ചിമ്മാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. ഇരുട്ടിൽ തിളങ്ങുന്ന ആ പച്ചക്കണ്ണുകൾ താൻ മറയാക്കി വെച്ചിരിക്കുന്ന ചുള്ളിക്കമ്പുകൾക്കിടയിലൂടെ തന്നെ തന്നെ ഉറ്റുനോക്കുകയാണെന്ന് അയാൾക്കറിയാമായിരുന്നു. അതൊരു മൃഗമാണോ, അതോ മനുഷ്യൻ്റെ ബുദ്ധിയുള്ള കാടിൻ്റെ ഏതെങ്കിലും അമാനുഷിക ശക്തിയാണോ എന്നുപോലും ആ നിമിഷം രാമൻ ചിന്തിച്ചുപോയി. കുറച്ച് നിമിഷങ്ങൾ രണ്ടുപേരും അണങ്ങിയില്ല. താൻ ഒളിച്ചിരിക്കുന്ന ആ ഗുഹയുടെ വാതിലിൽ ഒരൊറ്റ കുതിപ്പിന് പാഞ്ഞു കയറാൻ തയ്യാറായി നിൽക്കുകയാണ് ആ രാക്ഷസനെന്ന് രാമന് മനസ്സിലായി. പുലി പതുക്കെ അതിൻ്റെ വലത്തെ മുൻകാലുയർത്തി. രാമൻ മറയാക്കി വെച്ചിരുന്ന ചുള്ളിക്കമ്പുകൾക്കിടയിലേക്ക് അതിൻ്റെ ഇരുമ്പ് പോലെയുള്ള കൂർത്ത നഖങ്ങൾ ആഴ്ന്നിറങ്ങി. ആ കമ്പുകൾ അത് പതുക്കെ വകഞ്ഞു മാറ്റാൻ തുടങ്ങി. മുകളിൽ നിന്നും ഉണങ്ങിയ മണ്ണും പച്ചിലകളും രാമൻ്റെ മുഖത്തേക്ക് ഇറ്റുവീണു. ഇടുങ്ങിയ ആ കുഴിക്കുള്ളിൽ തോക്ക് ഉയർത്തി വെടിവെക്കാൻ രാമന് യാതൊരു വഴിയുമില്ലായിരുന്നു. തോക്ക് അല്പമൊന്ന് അനക്കിയാൽ പോലും ആ കമ്പുകൾക്കിടയിലൂടെ പുലി അത് കാണും. ആയുധം പ്രയോഗിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായ രാമൻ ആ പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ബുദ്ധി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. തോക്ക് ഉയർത്തുന്നതിന് പകരം തോക്കിൻ്റെ കുരൽ നിലത്തുകൂടി തന്നെ അയാൾ പതിയെ മുന്നോട്ട് നീക്കി. വളരെ സാവധാനം, ഒട്ടും ശബ്ദമുണ്ടാക്കാതെ. കമ്പുകൾക്കിടയിലൂടെ പുലിയുടെ നെഞ്ചുഭാഗം എവിടെയായിരിക്കുമെന്ന് അയാൾക്ക് കൃത്യമായി കണക്ക് കൂട്ടാൻ കഴിയും. കാഞ്ചിയിലുള്ള വിരലുകൾ അയാൾ ഒന്നുകൂടി മുറുക്കി. പുലി ആ കമ്പുകൾ പൂർണ്ണമായും മാറ്റുന്ന ആ സെക്കൻഡിൽ തന്നെ വെടിവെക്കുക, അതാണ് അയാളുടെ പദ്ധതി. ലക്ഷ്യം തെറ്റിയാൽ അടുത്ത നിമിഷം ആ നഖങ്ങൾ തൻ്റെ കഴുത്തെടുത്തു. പെട്ടെന്ന് പുലി അതിൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് ആ മറ ഒറ്റയടിക്ക് വലിച്ചു താഴെയിട്ടു. ഗുഹാമുഖം പൂർണ്ണമായും തുറക്കപ്പെട്ടു. കാടിൻ്റെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി അരിച്ചെത്തിയ മങ്ങിയ നിലാവെളിച്ചത്തിൽ ആ ഭീകരരൂപം
രാമന്റെ മേലേക്ക് കുതിക്കാൻ തയ്യാറെടുത്ത് വാപ്പിളർന്നു നിൽക്കുന്നത് അയാൾ കണ്ടു. വായുവിലുയർന്ന അതിൻ്റെ മുൻകാലുകൾ രാമന്റെ നെഞ്ചിലേക്ക് പതിക്കാൻ താഴേക്ക് കുതിച്ചു. ആ ഒരൊറ്റ സെക്കൻഡിൻ്റെ 10-1 സമയമാണ് രാമന്റെ കിട്ടിയത്. ലക്ഷ്യം നോക്കാൻ അയാൾ നിന്നില്ല. നിലത്ത് കിടന്ന തോക്കിൻ്റെ കുഴൽ അല്പം മുകളിലേക്ക് ഉയർത്തി അയാൾ സർവശക്തിയുമെടുത്ത് കാഞ്ചി വലിച്ചു. ആ ഇടുങ്ങിയ ഗുഹയ്ക്കുള്ളിൽ ഭയാനകമായൊരു ഇടിമുഴക്കമുണ്ടായി. കാതടപ്പിക്കുന്ന ആ സ്ഫോടന ശബ്ദത്തിൽ രാമന്റെ കേൾവിശക്തി ഒരു നിമിഷം നഷ്ടപ്പെട്ടു. വെടിയുണ്ട കുഴലിൽ നിന്നും ചീറിപ്പാഞ്ഞു. കരിഞ്ഞ വെടിമരുന്നിൻ്റെ ഗന്ധവും വെടിപ്പുവയും ആ ഗുഹയാകെ നിറഞ്ഞു. വെടിയേറ്റതിൻ്റെ ആഘാതത്തിൽ ആ വലിയ കരിമ്പുലി ഭയാനകമായി അലറിക്കൊണ്ട് വായുവിൽ തെറിച്ചു മാറുന്നത് രാമൻ അവ്യക്തമായി കണ്ടു. തോക്കിൻ്റെ പിന്നിട്ടമിടിച്ച് ഗുഹയുടെ മൺചുവരുകളിലേക്ക് രാമൻ പുറകോട്ട് മറിഞ്ഞു വീണു. അയാളുടെ തോളല് വേദന കൊണ്ട് പുളഞ്ഞു. കുറച്ചു നിമിഷങ്ങൾ അവിടെ പൂർണ്ണ നിശബ്ദതയായിരുന്നു. രാമന്റെ ചെവികളിൽ അപ്പോഴും വെടിയൊച്ചയുടെ മുഴക്കം ബാക്കിയുണ്ടായിരുന്നു. വെടിപ്പുക പതിയെ കാറ്റിലറങ്ങിയപ്പോൾ രാമൻ പതുക്കെ പുറത്തേക്ക് നോക്കി. ഗുഹയുടെ മുന്നിൽ ഒന്നുമുണ്ടായിരുന്നില്ല. നിലത്തെ കരിമ്പാറകളിൽ കുറച്ച് രക്തത്തുള്ളികൾ മാത്രം തളംകെട്ടി നിൽക്കുന്നു. ആ കൂറ്റൻ പുലി എവിടെ? വെടിയേറ്റ് അത് എവിടെയെങ്കിലും വീണുകിടപ്പുണ്ടാകുമോ? രാമൻ തോക്കുമായി പതുക്കെ ഗുഹയുടെ വാതിൽക്കൽ വന്നു നിന്നു. പെട്ടെന്നാണ് ഇരുട്ടിൽ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും ആ കരിമ്പൊടിയുടെ ഭയാനകമായ ഞരക്കം രാമൻ കേട്ടത്. അത് ചത്തിട്ടില്ല. അത് തൻ്റെ മേലേക്ക് കുതിച്ച ആ നിമിഷത്തിൽ വെടിയുണ്ട അതിൻ്റെ നെഞ്ചിൽ ആഴത്തിൽ തറയ്ക്കുന്നതിന് പകരം ശരീരത്തിൻ്റെ ഒരു ഭാഗം തുളച്ചു കയറിപ്പോയിരിക്കണം. പരിക്കേറ്റ ഒരു നരഭോജി കരിമ്പുലി സാധാരണയേക്കാൾ 10 മടങ്ങ് അപകടകാരിയാണ്. അതെങ്ങോട്ടും പോയിട്ടില്ല. തനിക്കായി ആ ഇരുട്ടിൽ കാത്തിരിപ്പുണ്ടെന്ന സത്യം രാമൻ തിരിച്ചറിഞ്ഞു. തൻ്റെ ഒറ്റക്കുഴൽ തോക്കിൽ ഇനി തിരകളില്ല. ഇരുട്ടിൻ്റെ രാജാവിനെ അതിൻ്റെ സ്വന്തം സാമ്രാജ്യത്തിൽ വെച്ച് നിരായുധനായി നേരിടേണ്ട അവസ്ഥ. രാമൻ ആ ഇരുമ്പുതോക്ക് അവിടെ ഉപേക്ഷിച്ചു. അയാൾ പതുക്കെ തൻ്റെ അരയിൽ തിരികിയിരുന്ന മൂർച്ചയേറിയ നാടൻ കത്തി വലിച്ചൂരി. കകാടിൻ്റെ പോരാളിയും വനത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാരനും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടം. ആ പറമ്പിക്കുളം കാടുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ വേട്ട അവിടെ തുടങ്ങുകയായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ തളർന്നിരിക്കുന്ന രാമന്റെ നെഞ്ചിടിപ്പ് ആ ഇരുട്ടിൽ ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു. പുറത്ത് കരിമ്പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും ആ കരിമ്പുലിയുടെ ശ്വാസം വലിയുന്ന ശബ്ദം രാമൻ വ്യക്തമായി കേട്ടു. വെടിയുണ്ട അതിൻ്റെ ശരീരത്തിൽ എവിടെയോ ആഴത്തിൽ തറച്ചിട്ടുണ്ട്. ചോരയുടെ മണം ആ പ്രദേശത്താകെ പരന്നിരുന്നു. പക്ഷേ പരിക്കേറ്റ ഒരു നരബനഭോജി അത് ജീവൻ പോകുന്നതുവരെ പോരാടും. അതെങ്ങോട്ടും പോയിട്ടില്ല. പ്രതികാരത്തിനായി ആ ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുകയാണെന്ന് രാമൻ ഉറപ്പായിരുന്നു. വെടിയുണ്ട തീർന്ന തൻ്റെ ഒറ്റക്കുഴൽ തോക്ക് അവിടെ ഉപേക്ഷിച്ച് രാമൻ ആ മൂർച്ചയേറിയ നാടൻ കത്തി ഇനി ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നത് ആത്മഹത്യാപരമാണ്. ചോര വാർന്ന് അതിൻ്റെ ശക്തി കുറയുന്നതിന് മുൻപ് അത് വീണ്ടും ആക്രമിക്കും. അതിനു മുൻപ് തനിക്കതിനെ കണ്ടെത്തണം. രാമൻ വളരെ പതുക്കെ ഒച്ചയുണ്ടാക്കാതെ ആ ഗുഹയ്ക്ക് പുറത്തേക്ക് കാൽവെച്ചു. നിലാവെളിച്ചം പാറക്കെട്ടുകളിൽ വീണുകിടപ്പുണ്ട്. നിലത്തെ പാറകളിൽ ഇറ്റിറ്റ് വീണ ചോരത്തുള്ളികൾ തിളങ്ങുന്നത് രാമൻ കണ്ടു. ആ ചോരപ്പാടുകൾ നേരെ മുകളിലുള്ള വലിയൊരു കരിമ്പാറയുടെ പിന്നിലേക്കാണ് പോയിരിക്കുന്നത്. രാമൻ കത്തി മുറുകെ പിടിച്ച് അങ്ങോട്ട് നടന്നു. ഓരോ ചുവടിലും കാടിൻ്റെ നിശബ്ദത അയാളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് രാമൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നും ആ ഭയാനകമായ അലർച്ച ഉണ്ടായത്. രാമൻ പ്രതീക്ഷിച്ചതുപോലെ അത് പാറയുടെ പിന്നിലായിരുന്നില്ല. മറിച്ച് രാമന് തൊട്ടു മുകളിലുള്ള ഒരു മരക്കൊമ്പിലേക്ക് അത് ചോരയൊലിപ്പിച്ച് വലിഞ്ഞു കയറിയിരുന്നു. വേരുവിനെയും കുമാരനെയും ആക്രമിച്ച അതേ രീതി. മുകളിലേക്ക് നോക്കാൻ രാമന് സമയം കിട്ടിയില്ല. വലിയൊരു കരിമ്പാറ മുകളിൽ നിന്നും ഇടിഞ്ഞു വീഴുന്നതുപോലെ ആ രാക്ഷസൻ രാമന്റെ മേലേക്ക് കുതിച്ചു വീണു. ഇരുവരും താഴെ പാറക്കെട്ടുകളിലേക്ക് ഉരുണ്ടു വീണു. ഇരുമ്പ് പോലെയുള്ള അതിൻ്റെ നഖങ്ങൾ രാമന്റെ ഇടത്തെ തോളിൽ ആഴത്തിൽ പതിഞ്ഞു. രാമൻ വേദന കൊണ്ട് പൊളഞ്ഞുപോയി. അതിൻ്റെ ചോരയൊലിക്കുന്ന മുഖം രാമന്റെ മുഖത്തിന് തൊട്ടരിയിലായിരുന്നു. മരണത്തിൻ്റെ തണുപ്പ് രാമനെ പൊതിഞ്ഞു. അത് രാമന്റെ കഴുത്ത് ലക്ഷ്യമാക്കി വായ പിളർന്നു. അതിൻ്റെ ഉമിനീർ രാമന്റെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ കാടിൻ്റെ പോരാളിയായ രാമൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തോക്കുകളേക്കാൾ അയാൾ വിശ്വസിച്ചിരുന്നത് സ്വന്തം കൈക്കരുത്തിനെയാണ്. തൻ്റെ സർവശക്തിയുമെടുത്ത്
വലം കൈയിലിരുന്ന ആ നാടൻ കത്തി അയാൾ ആ കരിമ്പുലിയുടെ കഴുത്തിന് താഴെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തേക്ക് ആഞ്ഞുകുത്തിയിറക്കി. അതിൻ്റെ ഹൃദയം പിളർന്നുകൊണ്ട് ആ കത്തി ആഴത്തിൽ തുളച്ചു കയറി. കാടിനെയാകെ നടുക്കിക്കൊണ്ട് ആ രാക്ഷസൻ അവസാനമായി ഒന്ന് അലറി. ആ അലർച്ചയിൽ അതിൻ്റെ അവസാനത്തെ ശ്വാസവും പുറത്തേക്ക് പോയിരുന്നു. രാമൻ്റെ മേലേക്ക് ചൂടുള്ള രക്തം ഒഴുകിയിറങ്ങി. കുറച്ചു നിമിഷത്തെ പിടച്ചിലിനൊടുവിൽ ആ ഭീമാകാരനായ കരിമ്പുലി രാമൻ്റെ ദേഹത്തേക്ക് ചലനമറ്റ് വീണു. തോളിലെ മുറിവിൽ നിന്നും ചോര വാർന്നൊഴുകുന്ന രാമൻ ആ വലിയ മൃഗത്തിൻ്റെ അടിയിൽ നിന്നും വളരെ പണിപ്പെട്ട് പുറത്തു വന്നു. കിതച്ചുകൊണ്ട് അയാൾ ഒരു പാറയിലേക്ക് ചാരിയിരുന്നു. തൻ്റെ മുമ്പിൽ ജീവനില്ലാതെ കിടക്കുന്ന ആ കരിനിഴലിനെ അയാൾ നോക്കി. പറമ്പിക്കുളത്തെ തൊഴിലാളികളുടെ ജീവനെടുത്ത ആ കാടിനെ ആകെ ഭയപ്പെടുത്തിയ കാട്ടുചാത്തൻ എന്നേക്കുമായി ഒടുങ്ങിയിരിക്കുന്നു. ആ രാത്രി മുഴുവൻ രാമൻ ആ പാറക്കെട്ടുകൾക്കിടയിൽ തന്നെ ഇരുന്നു. രാത്രിയുടെ യാമങ്ങൾ കടന്നുപോയി. പറമ്പിക്കുളം കാടുകൾക്ക് മുകളിലൂടെ പതുക്കെ സൂര്യൻ ഉദിച്ചു. രാത്രിയിലുണ്ടായ വെടിയൊച്ച കേട്ട് ഭയന്നിരുന്ന ക്യാപ്റ്റൻ തോമസും മറ്റു തൊഴിലാളികളും തോക്കുകളുമായി രാവിലെ തന്നെ കാട്ടിലേക്ക് തിരച്ചിലിനിറങ്ങി. പാറക്കെട്ടുകൾ നിറഞ്ഞ ആ പ്രദേശത്തേക്കെത്തി അവർ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ചോരയിൽ കുടിച്ചു കിടക്കുന്ന ഭീമാകാരനായ ആ കരിമ്പുലിയും അതിനടുത്ത് തളർന്നിരിക്കുന്ന രാമൻ. ക്യാപ്റ്റൻ തോമസിന്റെ അഹങ്കാരം അവിടെ അവസാനിച്ചു. തോക്കുകൾക്കും ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യകൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത കാടിൻ്റെ അദൃശ്യ ശക്തിയെ വെറുമൊരു നാളും കത്തികൊണ്ട് വീഴ്ത്തിയ ആ സാധാരണക്കാരനെ അയാൾ ബഹുമാനത്തോടെ നോക്കി. തൊഴിലാളികൾ രാമനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ക്യാമ്പ് വീണ്ടും സജീവമായി. പറമ്പിക്കുളം കാടുകളിൽ പിന്നീട് ആ കരിനിഴൽ ആരെയും ഭയപ്പെടുത്തിയില്ല. കാട് അതിൻ്റെ പഴയ സമാധാനത്തിലേക്ക് തിരികെ പോയിരുന്നു. ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ കണ്ടതിൽ സന്തോഷം. SVTVയിലെ ഇത്തരം കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.